ലെപ്പേർഡ് ടാങ്ക്സ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് മാസങ്ങളായി. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ ലെപ്പേർഡ് ടാങ്ക്സ് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് മെയിൻ ബാറ്റിൽ ടാങ്ക് ആണെന്നും പറയാം. അതായത് ശക്തമായ ടാങ്ക്സിൻ്റെ ഒരു പട്ടിക എടുത്താൽ ടോപ്പ് 3-യിലുള്ള ഒരു പ്രധാനപ്പെട്ട മെയിൻ ബാറ്റിൽ ടാങ്ക്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ നമ്പർ 1 ആണെന്നും പറയാം. എന്നാൽ അങ്ങനെയുള്ള മെയിൻ ബാറ്റിൽ ടാങ്ക്, ഇതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളമാണോ പുകഴ്ത്തി സംസാരിച്ചത്, അതേ വേഗതയിൽ തന്നെ റഷ്യയുടെ പക്കൽ നിന്ന് ഇത് തിരിച്ചടികൾ നേരിടുകയും ചെയ്തു. ഇതിനുശേഷം റഷ്യ അതിനെ പിടിച്ചെടുത്തു, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ നടന്നവസാനിച്ച കാര്യമല്ലേ? ഇപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യമായിരിക്കാം നിങ്ങൾക്കുള്ളിൽ വരിക. അതിന് കാരണം ഞാൻ പറയാം. ഈ പഠനങ്ങൾ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, ഇന്ന് വരെയും അതിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട്സ് മാത്രമേ വന്നിരുന്നുള്ളൂ. അതായത് ഈ ടാങ്ക് ഫിസിക്കലി എങ്ങനെയാണ്, അത് പിടിച്ചെടുത്തപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ട്സ് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും ഈ ഒരു ടാങ്കിനെ ഇഞ്ച് ബൈ ഇഞ്ച് പഠിച്ച് അതിലെന്തെല്ലാം പോരായ്മകളുണ്ട്, റഷ്യ അതിനെ എങ്ങനെയെല്ലാം കൗണ്ടർ ചെയ്ത് ആക്രമിച്ചു, ഈ മെയിൻ ബാറ്റിൽ ടാങ്കിനെ കുറിച്ച് എന്തെല്ലാം മനസ്സിലാക്കി, ഇവയെല്ലാം പൂർണ്ണമായ ഒരു റിപ്പോർട്ട് പോലെ തന്നെ പുറത്തിറക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ലെപ്പേർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. റഷ്യയുടെ റസ്റ്റോർട്ട് കമ്പനി. ഈ കമ്പനി റഷ്യയുടെ സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണ്. ഈ ടാങ്ക്സിനുള്ള ചേസസ്, ബോഡി, ഇവയും ആർമഡ് വെഹിക്കിൾസിന്റെ ബോഡിയും തയ്യാറാക്കുന്ന ഒരു കമ്പനി. കൂടാതെ റഷ്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ, അതായത് ഈ എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ, ടാങ്ക്സിൽ ഉപയോഗിക്കുന്ന പാനൽ, ഇവയെല്ലാം നിർമ്മിക്കുന്ന റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി. ഇവർ അടുത്തിടെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് ലെപ്പേർഡ് ടാങ്ക്സിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. റഷ്യയുടെ ടാങ്ക്സിനേക്കാൾ ഇത് ഏത് രീതിയിലും മികച്ചതയല്ല. റഷ്യൻ ടാങ്ക്സിന്റെ പക്കൽ ഈ ടാങ്ക് പരാജയപ്പെടും എന്ന രീതിയിലുള്ള അറിയിപ്പായിരുന്നു കൊടുത്തിരുന്നത്. ഇതിൽ അവർ പറയുന്ന നിരവധി കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലും റഷ്യയുടെ ഒരു പ്രചരണവും ഇതിലുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ വീഡിയോയിൽ അറിയാം. ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ആദ്യമേ അവർ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ മെയ്ഡ് ടാങ്ക്സ് T-72, T-90, T-54 സീരീസിലുള്ള ടാങ്ക്സ്, ഇവയൊക്കെ ലെപ്പേർഡിനെക്കാളും മികച്ച രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. ഇത് അത്രത്തോളം സത്യമാണോ എന്ന് ചോദിച്ചാൽ ചില കാറ്റഗറിയിൽ ഇവർ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് പറയാം. അതായത് അതിൻ്റെ ആർമിഡ് പീസിംഗ് കപ്പാസിറ്റി, എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ, ഇങ്ങനെ ചില കാറ്റഗറിയിൽ ചില മിസ്മാച്ച് ഉണ്ടായാൽ പോലും ഇപ്പോൾ സയൻറ്റിഫിക്കലി നോക്കിയാൽ ഇപ്പോഴുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാങ്ക്സിനെ ഈ T-72മായി കമ്പയർ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. കാരണം ഈ T-72 എന്നത് റഷ്യ ഇപ്പോഴും പുതുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലെപ്പേർഡ് എന്നത് പൂർണ്ണമായും നൂതന സാങ്കേതിക വിദ്യയുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രചരണമാണ്. പക്ഷേ ഇവരിപ്പോൾ ടാങ്കിനെ പൂർണ്ണമായും പഠിച്ചതിൽ നിന്നും പല സത്യങ്ങൾ അവർ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് മുൻപ് ആ പഠനങ്ങളിലൂടെ അവർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെപ്പേർഡ് ടാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് അതിലുണ്ടാകും. സേഫ്റ്റി പ്രൊട്ടക്ഷൻസ് ടാങ്കിന്റെ സേഫ്റ്റി എന്നതിനും അപ്പുറം അകത്തുള്ള വ്യക്തികൾക്കുള്ള ഒരു സേഫ്റ്റിയാണ്. റഷ്യയുടെ ഈ T-90 ടാങ്ക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ 3 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കമാൻഡർ, ഗണ്ണർ ഉണ്ടാകും, ഒരു ഡ്രൈവർ ഉണ്ടാകും. ഈ 3 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓട്ടോ ലോഡർ സിസ്റ്റം വഴി ആ ടാങ്ക്സിന് ആവശ്യമായ ബോംബുകൾ അത് തന്നെ ഓട്ടോ ലോഡ് ചെയ്യും. ഇതിൽ ആ ടെററ്റിന് തൊട്ട് താഴെ സ്പൈറൽ മെക്കാനിസം വഴി അത് ബോംബുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഓരോ ബോംബുകൾ തീരുന്തോറും ആ സ്പ്രിംഗ് മെക്കാനിസം വഴി, ഓട്ടോമാറ്റിക് ലോഡർ മെക്കാനിസം വഴി ആ ബോംബ് എടുത്ത് ഗണ്ണറിൽ വെച്ച് ലോഡ് ചെയ്യും. പിന്നീട് ആ കമാൻഡറിൽ നിന്നും വരുന്ന കമാൻഡ് അനുസരിച്ച് ഗണ്ണർ അത് ഷൂട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ T-90 ടാങ്ക്സിന്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായും ഇത് മാറും. റഷ്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ 3 പേരാണ് അതിനുള്ളിലുള്ളത്. അവർക്ക് മാക്സിമം ആളുകളുടെ എണ്ണം കുറയ്ക്കണം. കാരണം റഷ്യക്ക് ഇതിനകം തന്നെ പോപ്പുലേഷൻ കുറവാണ്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു അപ്രോച്ച് ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിൽ റിസ്ക് എവിടെ വരുന്നു എന്നറിയണ്ടേ? ഇപ്പോൾ നേരിട്ട് ഒരു ഡ്രോൺ T-90 ടാങ്കിനെ ആക്രമിച്ചു എന്ന് ചിന്തിക്കുക. ഇതിൽ പ്രത്യേകം സ്റ്റോർ ചെയ്തു വയ്ക്കാനുള്ള മെക്കാനിസം ഇല്ലാത്തത് കൊണ്ട് അകത്തുള്ള എമിനേഷൻസ് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അകത്ത് ടാങ്ക്സിലുള്ള വ്യക്തികൾ ജീവനോടിരിക്കേണ്ട സാധ്യത കുറവാണ്. ആ ടാങ്ക് പൂർണ്ണമായും നശിച്ചു പോകും. ഇനി ഈ എതിർവശത്തുള്ള
ലെപ്പേർഡ് ടാങ്ക്സിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ പൂർണ്ണമായും സേഫ്റ്റിക്ക് അത്രത്തോളം തന്നെ പ്രാധാന്യം നൽകിയിട്ടുണ്ടാകും. ഇതിൽ ക്രൂ മെമ്പേഴ്സ് മൊത്തം 4 പേരുണ്ടാകും. ഗണ്ണർ, കമാൻഡർ, ഡ്രൈവർ, ലോഡർ ഉണ്ടാകും. T-90 ടാങ്ക്സിൽ ഓട്ടോമാറ്റിക് മെക്കാനിസമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ ഈ ലെപ്പേർഡിൽ ലോഡ് ചെയ്യാൻ പ്രത്യേകം ഒരാളുണ്ടാകും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇതിൽ പ്രത്യേകം ഒരു കമ്പാർട്ട്മെന്റിലായിരിക്കും ഈ ആയുധങ്ങളെല്ലാം ശേഖരിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ആയുധങ്ങൾ പ്രത്യേകം ശേഖരിക്കുന്നത് കാരണം ഒരു പക്ഷേ ഈ ടാങ്ക്സിനുള്ളിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും ആ സ്ഫോടനം എന്നത് ഈ ബ്ലോ ഔട്ട് പാനൽ വഴി പുറത്തേക്ക് തള്ളും. അതിൻ്റെ മുഴുവൻ സമ്മർദ്ദവും ഈ ടാങ്കിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അകത്തുള്ള ക്രൂ മെമ്പേഴ്സ് സുരക്ഷിതരായിരിക്കും. അകത്ത് എത്ര പേരാണ് ഉള്ളത് അത്ര പേരും ജീവനോടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു വ്യക്തിയെ എക്സ്ട്രാ ആഡ് ചെയ്താലും പ്രശ്നമില്ല. ക്രൂ മെമ്പേഴ്സിൻ്റെ സുരക്ഷയാണ് പ്രാധാന്യം എന്നത് മനസ്സിലാക്കി ഓട്ടോ ലോഡർ മെക്കാനിസം അവിടെ അവോയ്ഡ് ചെയ്തിട്ട് ബ്ലോ ഔട്ട് പാനൽസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും ഒരു രീതിയിൽ നേട്ടവും കോട്ടവും ഉണ്ട്. പ്രധാനമായും T-90 ടാങ്ക്സിൽ ഒരു മിനിറ്റിൽ 7 മുതൽ 8 റൗണ്ട്സോളം ഈ ഓട്ടോ ലോഡർ ഉപയോഗിച്ച് വെടിവെക്കാൻ സാധിക്കും. എന്നാൽ ഈ ലെപ്പേർഡ് ടാങ്ക്സിന് എടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 3-4 റൗണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും നേട്ടവും കോട്ടവും ഉണ്ട്. അടുത്തിവർ പറഞ്ഞത് ഈ ടാങ്ക്സിലുള്ള കമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ്. ഇതുവരെയും ലെപ്പേർഡ് ടാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിനെ ആക്രമിക്കാനുള്ള വഴി മുൻപ് തന്നെ അറിയാം. കാരണം ഞങ്ങൾക്ക് ഇൻ്റലിജൻസ് യൂണിറ്റ് വഴി ഈ ടാങ്ക്സിൻ്റെ ദുർബലമായ പോയിന്റ് ഏതാണെന്നുള്ള ഡാറ്റ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്രയേറെ ടാങ്ക്സിനെ ഞങ്ങൾ നശിപ്പിച്ചത്. ലെപ്പേർഡ് 2A5-ൽ 18 ടാങ്ക്സ്, ലെപ്പേർഡ് 2A6-ൽ 13 ടാങ്ക്സ്. ഇതൊക്കെ വിഷ്വലി കൺഫേം ചെയ്ത നമ്പേഴ്സ് മാത്രം. അതായത് ഉക്രൈൻ വേണ്ട എന്ന് കരുതി ഉപേക്ഷിച്ചിട്ട് പോയത് മാത്രം ഇത്രയേറെ ഉണ്ട്. ഇങ്ങനെ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് ഈ വീക്കസ്റ്റ് സോൺ നോക്കി ഞങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഈ ടാങ്ക്സിനെ പിടിച്ചെടുത്ത് അതിനെ പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വിചാരിച്ചതൊന്നും അല്ല സത്യം. അതിൽ മൊത്തം 90 വീക്കസ്റ്റ് പോയിന്റ്സ് ഞങ്ങൾ കണ്ടെത്തി. സാധാരണ ഒരു ടാങ്കിൻ്റെ വീക്ക് പോയിന്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ ടെററ്റിന് താഴെ, ആ ടെററ്റും ബോഡിയും ചേർന്ന ഭാഗം, ഇങ്ങനെ ഒരു 4-5 പോയിന്റ് പറയാൻ സാധിക്കും. എന്നാൽ ഈ പഠനമെല്ലാം അവസാനിച്ചതിന് ശേഷം 90-ൽ കൂടുതൽ ദുർബലമായ പോയിന്റ്സ് ആണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഇങ്ങനെ ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമായിരുന്നു പുറത്തുവിട്ടത്. ഇതൊരു ഞെട്ടൽ എന്ന് പറയുന്നതിനേക്കാൾ ഇത് ഒരു രീതിയിലുള്ള സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും, 90 വീക്കസ്റ്റ് പോയിന്റ്സ് ഉണ്ടോ? അപ്പോൾ പിന്നെ ആ ടാങ്കിന്റെ എവിടെ ആക്രമിച്ചാലും അത് നാശിക്കുമല്ലോ എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരും. നമുക്ക് തന്നെ ചിന്ത ഇത്രത്തോളം വരുമ്പോൾ ജർമ്മനിയിലുള്ളവർക്ക് ഇത് എത്രത്തോളം ഭയമുണ്ടാക്കും. നമ്മൾ സേഫ് ആണോ അല്ലയോ, നമ്മുടെ ടാങ്ക്സ് ഒക്കെ ഈ ഒരു അവസ്ഥയിലാണ്, ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്ത തന്നെ അവർക്ക് വരും. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷനായി മാറും. അടുത്ത പ്രധാനമായും അതിൻ്റെ ആർമേഴ്സ്, എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമേഴ്സ്. പുറത്തു നിന്നും ഒരു ത്രെഡ് വന്ന് സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിനെ തടയാനുള്ള ആർമർ. ഇതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒറ്റ സ്ട്രൈക്കിൽ തന്നെ അതിൽ നുഴഞ്ഞു കയറി ഒരു സ്ഫോടനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പുതിയ റൗണ്ട്സ് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് പുറത്തുവിട്ടു. സത്യത്തിൽ ഇതിന് മുൻപൊരു ടാങ്കിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഫയർ ചെയ്യണം. ആർമർ പേഴ്സിംഗ് റൗണ്ട്സ്, ഇങ്ങനെ ഒരുപാട് റൗണ്ട്സ് ഉണ്ട്. അതായത് ഈ ഉള്ള എല്ലാ തടസ്സങ്ങളെയും കഴിഞ്ഞ് ചെന്ന് അതിനെ നശിപ്പിച്ച് ആ പീരങ്കിക്കുള്ളിലേക്ക് ആ ടാങ്കിനുള്ളിലേക്ക് കടക്കണം. എന്നാൽ അപ്പോഴും അതിൻ്റെ കിൽ പ്രോബബിലിറ്റി എന്നത് 60% കുറവായിരിക്കും. അതായത് നിങ്ങൾ നേരിട്ട് ഒരു ടാങ്കിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ 6 തവണ ലക്ഷ്യം വെക്കണം. അതിൽ 1-2 തവണ മാത്രമായിരിക്കും ആ ടാങ്കിനെ തകർത്ത് അകത്തേക്ക് കടക്കുകയുള്ളൂ. എന്നാൽ ജർമ്മനിയുടെ ലെപ്പേർഡ് ടാങ്ക് ഞങ്ങൾ പഠിച്ചു. അതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതിലുള്ള അലോയ്സ് എങ്ങനെയാണ്, ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത് കൊണ്ട് ഒറ്റ റൗണ്ടിൽ തന്നെ അതിനെ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്ന രീതിയിലുള്ള ബോംബ്സ് ഞങ്ങളെ കൊണ്ട് തയ്യാറാക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. ഇതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ജർമ്മനിക്ക് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറും. ഇതിപ്പോൾ റഷ്യയോട് കൂടി അവസാനിക്കാൻ പോകുന്നില്ല. റഷ്യയുടെ പാർട്ട്ണർ കൺട്രീസിലോട്ടും ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഇറാൻ കാരണം ജർമ്മനിക്ക് നേരിട്ട് ഭീഷണിയൊന്നും ഇല്ല. കാരണം ഇറാനും ജർമ്മനിക്കും ഇടയിൽ യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇതേ സാങ്കേതിക വിദ്യ റഷ്യ പഠിച്ച പാഠം ഇറാനിലേക്ക് പോയാൽ ഇറാന് ഇവയെല്ലാം അവരുടെ ടാങ്ക്സിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ പവർ അധികമായി പ്രൊജക്റ്റ് ആകാൻ ജർമ്മനി തന്നെ ഒരു കാരണമായി മാറും. ഏത് സമയത്താണോ ഉക്രൈനെ സഹായിക്കണമെന്ന പേരിൽ 120 ടാങ്ക്സ് അവർ അനൗൺസ് ചെയ്തത്, അന്നു മുതൽ തിരിച്ചടികൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
ഇതിലൊരു 50-60 ടാങ്ക്സോളം ഉക്രൈൻ ഉപേക്ഷിച്ചിട്ട് പോയി. വിഷ്വലി കൺഫേം ചെയ്ത നമ്പേഴ്സ് മാത്രമാണിത്. കാരണം ആ ടാങ്ക്സിന് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിൽ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി ബാക്കിയുള്ള ടാങ്കുകൾ എവിടെയെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഏതൊരു ഡാറ്റയും ഇല്ല. അപ്പോൾ ഇവിടെ ഉക്രൈന് ഒരു സഹായം ചെയ്യാൻ പോവുകയും ജർമ്മനി ക്ലിയറായ ട്രാപ്പിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാകും എന്നറിയണ്ടേ? റഷ്യ വേഴ്സസ് ഉക്രൈൻ എന്ന പ്രശ്നം അവസാനിക്കും. ഒരു പക്ഷേ ഭാവിയിൽ വരും കാലങ്ങളിൽ ജർമ്മനി വേഴ്സസ് റഷ്യ എന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഇവയെല്ലാം റഷ്യക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജായി മാറും. റഷ്യ ജർമ്മനിയുടെ ടാങ്ക്സിനെ അത്രത്തോളം നശിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതെല്ലാം ഒരു വിധത്തിൽ സത്യമാണ്, പക്ഷേ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജർമ്മനിയുടെ ടാങ്ക്സിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷേ റഷ്യയുടെ ടാങ്ക്സും അതുപോലെ തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 60 ജർമ്മൻ ടാങ്ക്സ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100 മുതൽ 150 റഷ്യയുടെ T-90 ടാങ്ക്സ് നശിച്ചിട്ടുണ്ട്. ഇതൊക്കെ വിഷ്വലി കൺഫേം ചെയ്ത എണ്ണമാണ്. കാരണം അപ്പോൾ ഈ സൈഡും ഒരുപാട് ഡാമേജസ് ഉണ്ട്. ഇന്നത്തെ യുദ്ധകളത്തെ സംബന്ധിച്ചിടത്തോളം ടാങ്ക്സ് എന്നത് വളരെ ഈസിയായ ടാർഗറ്റായി മാറിയിരിക്കുകയാണ്. ഒരു കാലം ഉണ്ടായിരുന്നു, ടാങ്ക് ബറ്റാലിയൻ വന്നാൽ അതോടുകൂടി അവസാനിച്ചു, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ആ ഒരു പ്രദേശത്ത് ഈസിയായി ക്യാപ്ചർ ചെയ്യാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലം. പക്ഷെ ഇപ്പോൾ ഡ്രോൺ വാർഫെയർ ആണ്. ഡ്രോൺ വാർഫെയർ അധികം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ടാങ്കുകളും അറ്റാക്കിന് ഇരയാകുന്നുണ്ട്. എന്നാൽ എത്രത്തോളം ഈസിയായി അതിനെ ന്യൂട്രലൈസ് ചെയ്യാം എന്നുള്ളതിലും ഒരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 120 ടാങ്ക്സിൽ 60 ടാങ്ക്സ് വെറും 9 മാസത്തെ ഗ്യാപ്പിൽ നഷ്ടപ്പെടുത്തുക എന്നുള്ളതൊക്കെ ഉള്ളതിൽ തന്നെ വളരെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. ഇതിലും നമുക്ക് ഈ ജർമ്മനിയുടെ ടാങ്ക്സിനെ കുറ്റം പറയാൻ സാധിക്കില്ല. അത് ഉക്രൈൻ കൊടുത്തപ്പോൾ തന്നെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തോടു കൂടി നൽകിയില്ല. അവരും ഇസ്രായേലിന്റെ ട്രോഫി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഉക്രൈനിൽ വന്നതിന് ശേഷം അസംബിൾ ചെയ്യുന്നത് കൊണ്ട് അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മനിയുടെ മെറ്റീരിയലിനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തുടക്കത്തിൽ ഉക്രൈൻ ഇതിനെ വളരെ നിസ്സാരമായി ഉപയോഗിച്ചു. പ്രോപ്പറായ ടാക്ടിക്സ് ഇല്ലാതെ അവരത് ഉപയോഗിച്ചു. എന്നെ കൊണ്ട് ഇതൊക്കെ റഷ്യക്കെതിരെ നന്നായി തന്നെ ഉപയോഗിക്കാൻ കഴിയും എന്ന രീതിയിൽ ഒരു 10-15 ടാങ്കിനെ അങ്ങ് റഷ്യക്ക് മുൻപിൽ കൊണ്ട് നിർത്തിക്കൊടുത്തു. റഷ്യക്ക് മുൻപിൽ ബലി കൊടുത്തു. അതിലൂടെ തന്നെ ജർമ്മനിയുടെ ടാങ്ക്സ് അവിടെ വലിയ തിരിച്ചടികൾ നേരിട്ടു, നാശം വിതച്ചു. അപ്പോൾ ജർമ്മനിയുടെ മെറ്റീരിയൽസ് നമുക്ക് അത്ര പെട്ടെന്ന് ഇവിടെ കുറ്റം പറയാനും സാധിക്കില്ല. എന്നാൽ ഉക്രൈൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ, റഷ്യയുടെ കൈകളിലേക്ക് ഈ ടാങ്ക്സ് പോകാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഒരളവ് വരെയും ജർമ്മൻ ടാങ്ക്സിന്റെ റെപ്യൂട്ടേഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നു. കാരണം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടാങ്ക് ആയിരുന്ന ഈ ടാങ്ക്സ് ഇന്ന് ഇത്രത്തോളം തിരിച്ചടികൾ വാങ്ങി നിൽക്കുകയാണ്. അതിന് കാരണം മറ്റാരുമല്ല, സെലൻസ്കി മാത്രമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജർമ്മനിയുടെ ടാങ്ക്സിന് ഏതവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് റഷ്യൻ ടാങ്ക്സിന് വരിക. കാരണം റഷ്യയുടെ 100 കണക്കിന് ടാങ്ക്സും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് ഉക്രൈൻ ക്യാപ്ചർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ലെപ്പേർഡിനെ കുറിച്ച് മാത്രമാണ്. T-90 ടാങ്ക്സിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകം സംസാരിക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.